ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമല്ല വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് നയനയോട് ഡിസൈനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അങ്ങനെ ആദർശ് ആ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത് നവ്യ അഭിനയിച്ച ആഡ് ഷൂട്ടിൻ്റെ വീഡിയോ ആണ് ആദർശിന് വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ ഏകദേശം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഏഡ് കണ്ടിട്ട് ആദർശിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നയനയ്ക്ക് ഈ ഒരു മൊബൈലിലുള്ള വീഡിയോസ് ആദർശ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വീട്ടിലൊക്കെ നടക്കുന്നത്, നിൻ്റെ ചേച്ചിയല്ലേ ഈ കാണുന്നത് എന്ന് ആദർശ് ചോദിക്കുകയാണ്. എന്നിട്ട് ആദർശ് നേരെ തന്നെ ഹാളിലേക്ക് വരികയാണ് എല്ലാവരുടെ അടുത്തേക്ക്. നന്ദാവനത്തിലാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദനും കനകയും കൂടിയിട്ട് നവ്യയ്ക്ക് ചടങ്ങ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും വളയൊക്കെ ആയിട്ട് വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ട്, മോളും കൂടി വായോ എന്ന് പറഞ്ഞപ്പോൾ ഞാനില്ല, നവ്യയുടെ ആ ഒരു പരിപാടിക്കും അവൾ എന്നെ നാണം കെടുത്തിട്ടുള്ളത് അച്ഛനമ്മയും പോയാൽ മതി, ഞാനില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഗോവിന്ദനും കനകയും കൂടിയിട്ട് നേരെ അനന്തപുരിയിലേക്ക് ഗർഭിണിയായ നവ്യയ്ക്ക് വേണ്ട ചടങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. അനന്തപുരിയിലാണെങ്കിൽ വീടിന് ചുറ്റുമായിട്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് മുഴുവൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അബിയും കൂടെയുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടേഴ്സ് ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടിയും പറയാതെ അബിയും ബാക്കിയുള്ളവരെല്ലാവരും നിൽക്കുന്നുണ്ട്. ആ സമയമാണ് അവിടേക്ക് ആദർശ് വരുന്നത്. അപ്പോൾ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെ മരുമകളായ നവ്യ അഭിനയിച്ച ആഡ് ഇപ്പോൾ വലിയ വൈറലാണ്, ഇങ്ങനെ ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കാനൊക്കെ എങ്ങനെ സാധിച്ചു, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ അവൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ടേഴ്സൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നവ്യയുടെ ഇൻ്റർവ്യൂ വേണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും സാധിക്കില്ല എന്ന് പറയുകയാണ്. ആ സമയത്താണ് വീടിന് പുറത്തേക്ക് നമ്മുടെ നവ്യ ഇറങ്ങി വരുന്നത്. അപ്പോൾ നവ്യ ഇറങ്ങി വരുമ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കണ്ട, ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാനായിട്ട് നിൽക്കൊന്നും വേണ്ട, ഈ വീടിൻ്റെ മാനം പോകത്തുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തു വെച്ചെന്നപ്പോൾ നീ നിൻ്റെ കാര്യം നോക്കടി, എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാനായിട്ട് നീ വേണ്ട, എനിക്കെന്ത് ചെയ്യണം ചെയ്യേണ്ടെന്നൊക്കെ തീരുമാനിക്കാനായിട്ടുള്ള പ്രായം പക്വതൊക്കെ എനിക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സെലിബ്രിറ്റിയുടെ നിലയിൽ നവ്യ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആദർശ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളോട് ആരും ഇതൊക്കെ പറഞ്ഞത്, ഈ ന്യൂസൊക്കെ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ആദർശ് എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നവരല്ലേ, അവരോട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുകയാണ്. ഞാൻ ഇൻ്റർവ്യൂവിന് തയ്യാറാണെന്ന് നവ്യ പറയുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട ചേച്ചി, ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാനായിട്ട് നിൽക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. നിന്നോട് മിണ്ടാണ്ട് നിൽക്കാനാണ് പറഞ്ഞത്, നീ ഇനി അധികം സംസാരിച്ചു കഴിഞ്ഞാലേ ഈ റിപ്പോർട്ടേഴ്സിൻ്റെ മുമ്പിൽ നിന്നെ ഞാൻ വളരെ മോശമായിട്ട് ചിത്രീകരിക്കും, അതുകൊണ്ട് അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നീ മിണ്ടാതെ നിൽക്കാനായിട്ട് നവ്യ നയനയോട് പറയുന്നുണ്ട്. അങ്ങനെ അപ്പം മിണ്ടാൻ പറ്റാതെയായിട്ട് നയന അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ഇവിടുത്തെ ബഹളമൊക്കെ കേട്ടിട്ട് വന്ന് നോക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആദർശ് എന്താണ് ഇവിടെ നിറച്ച് ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നേരെ ആദർശ് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ അകത്തോട്ട് വായോ, എന്താ കാര്യം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അവിടെ ഈ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും തല കുനിച്ച് നാണം കെട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് കനകയും ഗോവിന്ദനും കൂടി ഓട്ടോയിൽ വരുന്നത്. അവിടെ ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നവ്യ വളരെയധികം പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാഡം ഇതെങ്ങനെയാണ് അഭിനയിച്ചത്, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ വൈറലാണല്ലോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ജന്മനാ ഇങ്ങനത്തെ വാസനകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കാനായിട്ട് നിങ്ങൾ നിർബന്ധിച്ചത് ഇനിയിപ്പോൾ ആഡ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇല്ല അതൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാനങ്ങനെ അഭിനയിച്ചതാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് കനകയ്ക്കും ഗോവിന്ദനും ഒന്നും മനസ്സിലാവാതെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയം നയന പറയുന്നുണ്ട്, നിർത്ത് ചേച്ചി നിർത്തുന്നു, നിന്നോടല്ലേ പറഞ്ഞു ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറയുമ്പോൾ നയന ആ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, മതി ഇനി ഇൻ്റർവ്യൂ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യയെ പിടിച്ചുകൊണ്ട് നേരെ അനന്തപുരിയിലെ ഹാളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സംഭവം ഒന്നും അറിയാതെ കനകയും ഗോവിന്ദനും കൂടി പിന്നാലെ ചെല്ലുന്നുണ്ട്. പക്ഷേ കനകയും ഗോവിന്ദനും വന്ന് നിൽക്കുന്നത് ആ വീട്ടിലുള്ള ആരും തന്നെ കാണുന്നില്ല. കാരണം അവരെല്ലാവരും നവ്യയും കാത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഏറ്റവും ഫസ്റ്റ് തന്നെ ആദർശാണ് അബിയോട് സംസാരിക്കുന്നത്. അബി ഇവളിങ്ങനെ ആഡ് ഷൂട്ടിന് പോയ കാര്യങ്ങളോ ഇവളെന്താ ചെയ്ത് കൂട്ടിയെന്നുള്ള കാര്യങ്ങളൊന്നും നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കറിയില്ല ഏട്ടാ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇവിടെയുള്ള ഒരാൾക്കും അറിയില്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിതൊന്നും പറയുന്നത്. അങ്ങനെ വീഡിയോ വന്നിട്ട് നിങ്ങളെ കാണുമ്പോൾ ഞാൻ വലിയ സെലിബ്രിറ്റി ആയെന്ന് കാണുമ്പോൾ നിങ്ങൾ അറിയണം, അതൊരു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയാണ്.
അപ്പം അത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇതാണോടി നിൻ്റെ സർപ്രൈസ്? ഇതൊന്നും സർപ്രൈസ് അല്ല, ഇത് ഞങ്ങൾക്ക് നാണക്കേടാ. എത്ര പാരമ്പര്യമുള്ള കുടുംബമാണെന്നറിയോ? ഈ കുടുംബത്തിലുള്ള ഒരുത്തിയാണോ ഇമ്മാതിരി വസ്ത്രം ധരിച്ചുകൊണ്ട് ആഡ് ഷൂട്ടിനൊക്കെ അഭിനയിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തുള്ള ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ളൊരു സ്വഭാവം ഇല്ലയെന്ന് ദേവയാനി പറയുകയാണ്. അപ്പം നമ്മുടെ ജാനകി പറയുന്നുണ്ട്, നീ പോയ കാര്യം അബിക്കോ ജലജയ്ക്കോ ആർക്കെങ്കിലും അറിയോ? നീ അവരോട് പറഞ്ഞിട്ടാണോ പോയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അതിന് ഞാനിപ്പോൾ എന്ത് തെറ്റ് ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അഭിനയിക്കുന്നത് അത്ര വലിയ തെറ്റാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അഭിനയിക്കുന്നത് അത്ര വലിയ തെറ്റല്ല, പക്ഷേ ഇതുപോലെ ഗ്ലാമറസ് ആയിട്ട് വസ്ത്രമൊക്കെ കുറഞ്ഞിട്ട് അഭിനയിക്കുന്നതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. ഈ കുടുംബത്തിലുള്ളവർക്ക് ആരും തന്നെ ഇങ്ങനെ നടക്കുന്ന ഒരാൾക്കാരല്ല എന്ന് പറയുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഈ സാരിയൊക്കെ ചുറ്റിയിട്ട് ഏത് നേരം സിന്ദൂരവും താലിയൊക്കെ ഇട്ട് ഭഗവാനെയും പ്രാർത്ഥിച്ച് ഭർത്താവിൻ്റെ കാൽക്കൽ കിടക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊക്കെ ഇതൊക്കെയാണ് ഫാഷൻ, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് എല്ലാവരും നവ്യേനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് ഇനി യാതൊരു വിധത്തിലുള്ള രക്ഷയുമില്ലാന്ന് മനസ്സിലാക്കിയ നവ്യയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശ കണ്ടില്ലേ, ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് പറയാണ്. മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ നവ്യെ കേട്ട ഭാവം നടിക്കാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാതെ നിൽക്കുന്നത് മുത്തശ്ശൻ്റെ ആ ഒരു സ്വഭാവമാണെന്ന് പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ജലജെ, നിൻ്റെ മരുമകൾ ഇങ്ങനെയൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടി നടക്കുന്നത് നീയൊന്നും അറിഞ്ഞില്ല എന്നാണോ പറയുന്നത്? പിന്നെ നീ എന്തിനാണ് അമ്മായിമ്മ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഇവളൊന്നില്ലെങ്കിൽ ഗർഭിണിയല്ലേ, അവളെ കാര്യങ്ങളൊക്കെ നീ തന്നെ ശ്രദ്ധിക്കണം, അബിയോടും ശ്രദ്ധിക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് മനസ്സിലായി, ഇനി കുറ്റം മുഴുവൻ എൻ്റെ തലയിലേക്കാണ് വരാതെന്ന് മനസ്സിലാക്കിയ ജലജയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇവളെ ഇനി എന്ത് തെറ്റ് ചെയ്താലും എന്നെ എൻ്റെ മോൻ്റെ തലയ്ക്ക് തന്നെ നിങ്ങൾ ഇട്ടോ, ഞങ്ങളിത് മനസ്സാവാച ഒന്നും അറിഞ്ഞിട്ടില്ല, എന്ത് പറഞ്ഞാലും എന്തിനാണ് ഞങ്ങളുടെ തലയ്ക്ക് ഇടാൻ നിൽക്കുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുള്ള കല്യാണം കഴിച്ചതല്ലല്ലോ, നിങ്ങൾ നിർബന്ധത്തിലല്ലേ ഞങ്ങളുടെ കല്യാണം കഴിച്ചത്. അത് മാത്രമല്ല, ഇവളുടെ കാര്യങ്ങളൊക്കെ ഏത് നേരം നോക്കിക്കൊണ്ട് നടക്കുന്ന ഇവളുടെ അനിയത്തിണ്ടല്ലോ, അപ്പോൾ അവളോട് ചോദിക്കുക, ഞങ്ങളോട് ചോദിക്കാതെ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്ന എൻ്റെ മരുമകളല്ല, അതുകൊണ്ട് ഞാൻ അവളെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. ഇതിനൊക്കെ കാരണം നിങ്ങളാണെന്നും കൂടി പറയുകയാണ്. ഇനി ഇങ്ങനെ മാനക്കേട് കുടുംബത്തിനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവളെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയോളൊന്നും ഈ കുടുംബത്തിൽ നിൽക്കേണ്ടതല്ല എന്ന് ജലജ പറയുകയാണ്. ആ സമയം കലി കയറിയ നവ്യ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാനൊന്ന് അഭിനയിച്ചതാണോ ഇത്ര വലിയ തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾക്ക് ഒരാൾക്കും ഒരവകാശമില്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമെന്ന് നവ്യ പറയുന്നുണ്ട്. അത് കേട്ട് നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, അല്ല ചേച്ചി നല്ല ആഡ് ഷൂട്ടിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പക്ഷേ ചേച്ചി ഇപ്പോൾ പോയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു ചീത്ത ആഡിലാണ്, അതും ഗ്ലാമറസ് ഒക്കെ ആയിട്ട്. അതിന് ഈ വീട്ടിലുള്ള ഒരു ചേച്ചീനെ ചോദ്യം ചെയ്തതിനാണോ ചേച്ചി കുറ്റപ്പെടുത്തിയതെന്ന് പറയണം. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, നീ ആരടി എന്നെ ചോദ്യം ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാണ്, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, ഇതെൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ്. ഇവരെ ബഹുമാനിച്ചുകൊണ്ടും ഇവരെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിലോ അവരെ അപമാനിക്കുന്ന രീതിയിലോ എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് നയന പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, കാരണം അവൾക്കൊന്നും പറഞ്ഞാൽ ഇപ്പം അവൾ ചെയ്തത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെ അവൾ നിൽക്കുന്നത്. അതെ, നവ്യയോടൊരു കാര്യം പറയാം, ഈ വീട്ടിൽ നിന്നേക്കാൾ മുമ്പ് വന്നവളാണ് നയന, പക്ഷേ നീ അതിന് ശേഷം വന്നതാണ്. ഈ വീട്ടിൽ എല്ലാവരെക്കാളും അവകാശം കൂടുതൽ ഇവൾക്കാണ്. അത് കഴിഞ്ഞിട്ടേ നീയുള്ളൂ. അതുപോലെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരാളുടെ മനസ്സ് പോലും വേദനിപ്പിക്കുകയോ ഒരാളോട് നീരസത്തിൽ സംസാരിക്കുകയോ ഇതൊന്നും ഇതുവരെ നയന ചെയ്തിട്ടില്ല. നീ പക്ഷേ അതിന് നേരെ വിപരീതമാണ് എന്ന് മുത്തശ്ശി പറയുകയാണ്. അല്ല, ഇതെന്താ എല്ലാവരും കൂടി വട്ടമിട്ടിട്ട് ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ കുറ്റവാളിയുടെ പോലെ എന്നെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ അതിന് മാത്രം ഒരു കാര്യം ചെയ്തില്ല, ഒരു ആഡിൽ അഭിനയിച്ചതാണോ, അത് കുറച്ച് വസ്ത്രം ഇല്ലാണ്ട് അഭിനയിച്ചതാണോ ഇത്ര വലിയ തെറ്റായിട്ട് നിൽക്കുന്നത്? ഇതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ഒരാളും വരണ്ട എന്ന് ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക ബാക്കിൽ നിന്ന് നവ്യയെ എന്ന് അലറിക്കൊണ്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കനകയെ കാണുന്നുണ്ട്. അങ്ങനെ കനക നേരെ തന്നെ വന്നിട്ട്, നീ ആരോട് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാതെയാണോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. പക്ഷേ അവൾ ഗർഭിണി ആയതുകൊണ്ട് അടിക്കാതെ കൈ താഴ്ത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലൊരു വിഷവെന്തു എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോ, എനിക്കും എൻ്റെ കുടുംബത്തിനും
നാണക്കേടല്ലാതെ നിന്നെ കൊണ്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് നീ ഇപ്പോഴും ഇത്രയും നല്ലൊരു കുടുംബത്തിലെ എല്ലാവരെയും തമ്മിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കനക സങ്കടപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനും കനകയും കൂടിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയോടും വന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം എൻ്റെ മോള് ചെയ്ത തെറ്റ് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളോട് എതിർത്ത് സംസാരിച്ചതിന് എല്ലാത്തിനും സോറി എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തിനാണ് ഗോവിന്ദ കനകെ നിങ്ങൾ സോറി പറയുന്നത്? നിങ്ങളുടെ തെറ്റല്ലല്ലോ, ഇതെല്ലാം നവ്യ ചെയ്തു വെച്ചതല്ലേ, അതിന് നിങ്ങളെന്തിനാ തെറ്റ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ഗോവിന്ദൻ്റെയും കനകയുടെയും കയ്യിലിരിക്കുന്ന പൊതികളെല്ലാം കണ്ട് ആ വിഷയം അവിടെ നിന്ന് വിട്ടിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ കയ്യിൽ പൊതിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്തെങ്കിലും വിശേഷമുണ്ടായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മടിച്ചുകൊണ്ട് ഗോവിന്ദനും കനകയും ഒന്നും പറയാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വീണ്ടും നിർബന്ധിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ നവ്യയ്ക്ക് ഗർഭിണിയാണല്ലോ, അവൾക്ക് വേണ്ട ചടങ്ങിനായിട്ട് ഞങ്ങൾ വന്നതാണ്, അവൾക്ക് വേണ്ട പലഹാരങ്ങളൊക്കെ ആയിട്ട് ചടങ്ങ് ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണെങ്കിൽ അത് നമുക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ ചടങ്ങ് ചെയ്യാനായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തീരെ താല്പര്യമില്ലാതെ ഗോവിന്ദനും കനകയും കൂടിയിട്ട് അവൾക്ക് വേണ്ട ആ ഗർഭിണി ആയിരിക്കുമ്പോൾ ചെയ്യുന്ന ചടങ്ങുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേദനയാണ്. കാരണം അവൾ ഒരിക്കലും ഗർഭിണിയല്ല എന്നുള്ളൊരു കാര്യം അറിയുന്നത് നയനയ്ക്കാണ്. അതേപോലെ ഇത് ഇത്രയും പൈസ ചിലവാക്കിപ്പിച്ചതും ഇതൊക്കെ വെറും പ്രഹസനമാണല്ലോ എന്നാലോചിച്ചിട്ട് നയന വിഷമിച്ച് നിൽക്കുകയാണ്. അതോടുകൂടിയിട്ട് പത്തനംമാറ്റിലെ ഇനി വരാതിരിക്കുന്ന ആ ഒരു എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് കൊടുത്തിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തനംമാറ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും ബായ്.